നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മരിച്ചയൊരാൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇന്നും ജീവനുള്ളവരെ ബാധിക്കുമോ എന്ന്? ഇതൊരു കഥയല്ല, ഇതൊരു പുരാണമല്ല, ഇത് ചരിത്രം തന്നെ നമുക്ക് മുന്നിൽ വെച്ചൊരു രഹസ്യമാണ്. 1991 സെപ്റ്റംബർ മാസം ആൽപ്സ് മലനിരകളുടെ മഞ്ഞുപാളികളിൽ 2 യാത്രക്കാരുടെ കണ്ണിൽ പതിച്ചത് ഒരു ഭീകര കാഴ്ചയായിരുന്നു. മഞ്ഞിനടിയിൽ കുടുങ്ങിയ ഒരു മനുഷ്യന്റെ ശരീരം. ആദ്യ നോട്ടത്തിൽ അതൊരു പുതിയ അപകടമെന്ന് തോന്നി. പക്ഷേ ആ ശരീരം പുറത്തെടുത്ത നിമിഷം മുതൽ ആരുടെയും മനസ്സിൽ ഒരന്യമായ ഭയം പതിയാൻ തുടങ്ങി. കാരണം അവൻ ഇന്നലെ മരിച്ചവനല്ലായിരുന്നു. അവൻ ഏകദേശം 5300 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 5000 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യൻ. അവന്റെ ശരീരം ഇന്നും പൂർണ്ണമായി നിലനിൽക്കുന്നു. അവനെ അവർ ഒരു പേര് നൽകി, ഓട്സി. പക്ഷേ ഓട്സി വെറുമൊരു മമ്മിയല്ലായിരുന്നു. അവൻ ഒരു രഹസ്യമായിരുന്നു. ആദ്യമായി ശാസ്ത്രജ്ഞർ അവനെ പരിശോധിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവന്റെ ശരീരത്തിൽ തണുപ്പതിനെ ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ സംരക്ഷിച്ചു. അവന്റെ വസ്ത്രങ്ങൾ, അവന്റെ ആയുധങ്ങൾ, അവന്റെ ശരീരത്തിലെ ഓരോ മുറിവും എല്ലാം അവൻ മരിച്ച നിമിഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ കഥ ശാന്തമായൊരു മരണത്തിന്റെ കഥയല്ലായിരുന്നു. അത് ഒരു ക്രൂരമായ അവസാനത്തിന്റെ കഥയായിരുന്നു. ഓട്സിയുടെ പുറകിൽ ഒരു അമ്പു കുത്തിയിരിക്കുന്നു. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചോ? അവൻ ഒരാളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നോ? അല്ലെങ്കിൽ അവനൊരു യുദ്ധത്തിന്റെ ഭാഗമായിരുന്നോ? അവന്റെ കൈകളിൽ പുതിയ മുറിവുകൾ കണ്ടെത്തി. അത് അവൻ മരിക്കുന്നതിനു മുമ്പ് ഒരാളുമായി ഏറ്റുമുട്ടിയതിന്റെ തെളിവായിരുന്നു. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്: ആരാണവനെ കൊന്നത്? എന്തിനാണ്? അവന്റെ ശരീരത്തിൽ 60-ലധികം ടാറ്റൂകളുണ്ടായിരുന്നു. അവ അലങ്കാരമല്ല. ചില ഗവേഷകർ പറയുന്നു അതൊരു പ്രാചീന ചികിത്സാരീതിയുടെ ഭാഗമാണെന്ന്. അതായത്, ആ കാലഘട്ടത്തിൽ മനുഷ്യർക്കിങ്ങനെയൊരു വൈദ്യശാസ്ത്രമുണ്ടായിരുന്നോ? ഓട്സിയുടെ കയ്യിൽ ഒരു കോപ്പർ ആക്സ് ഉണ്ടായിരുന്നു. ആ കാലത്ത് അത് വളരെ വിലപ്പെട്ട ഒരു വസ്തുവായിരുന്നു. അതായത്, അവനൊരു സാധാരണ മനുഷ്യനല്ല. പക്ഷേ അവൻ ആരായിരുന്നു? ഒരു നേതാവോ, ഒരു യോദ്ധാവോ, അല്ലെങ്കിൽ ഒരു രഹസ്യമറിയുന്ന ഒരാളോ? ഇവിടെ വരെ ഇതൊരു വലിയ പുരാവസ്തു കണ്ടെത്തലാണ്. പക്ഷേ ഇതിനു ശേഷമാണ് കഥ ഭയപ്പെടുത്തുന്നത്. ഓട്സിയെ കണ്ടെത്തിയവരിലൊരാൾ അല്പകാലത്തിനകം ഒരു അപകടത്തിൽ മരിച്ചു. അത് യാദൃച്ഛികമെന്ന് കരുതാം. പക്ഷേ അവനെ പഠിച്ച ശാസ്ത്രജ്ഞരിലൊരാൾ അപ്രതീക്ഷിതമായി മരിച്ചു. അതുകൂടി യാദൃച്ഛികമെന്ന് കരുതാം. പക്ഷേ ഓട്സിയുടെ ശരീരം ചിത്രീകരിച്ച ഫോട്ടോഗ്രാഫർ അവനും മരിച്ചു. ഇങ്ങനെ ഒന്നിനു പിന്നാലെ മരണങ്ങൾ, ഓട്സിയുമായി ബന്ധപ്പെട്ടവരെ മാത്രം പിന്തുടരുന്നതുപോലെ. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കൂ, ഇത് വെറും യാദൃച്ഛികമാണോ, അല്ലെങ്കിൽ ഒരു ശാപമോ? ഇവിടെ ഒരു ചെറിയ ചോദ്യം. ഇതുവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇങ്ങനെ രഹസ്യങ്ങളുള്ള കഥകൾ കൂടുതൽ കാണാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിപ്പോഴാണ് തുടങ്ങുന്നത്. ശാസ്ത്രജ്ഞർ പറയുന്നു, ശാപമെന്നൊന്നില്ല, ഇതെല്ലാം യാദൃച്ഛികമാണ്. പക്ഷേ മനുഷ്യരുടെ മനസ്സ് അതിനെ എളുപ്പത്തിൽ അംഗീകരിക്കുന്നില്ല. 5300 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യൻ, അവന്റെ മരണത്തിന്റെ രഹസ്യം ഇന്നും മറഞ്ഞിരിക്കുന്നു. അവൻ മരിക്കുന്നതിനു മുൻപ് അവൻ ഭക്ഷിച്ചതെന്താണെന്ന് പോലും കണ്ടെത്തിയിട്ടുണ്ട്. അവൻ മല കയറിയിരുന്നു, അവൻ ഓടിക്കൊണ്ടിരുന്നു, അവൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവൻ എന്തിൽ നിന്നാണ് ഓടിയത്? ഇന്നുവരെ അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഓട്സിയുടെ DNA പരിശോധിച്ചപ്പോൾ അവന്റെ വംശജർ ഇന്നും ജീവിച്ചിരിക്കാമെന്ന് കണ്ടെത്തി. അതായത്, അവന്റെ കഥ ഇന്നും അവസാനിച്ചിട്ടില്ല. അവന്റെ ശരീരം ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു, തണുത്ത ഒരു മ്യൂസിയത്തിൽ. പക്ഷേ ചിലർ പറയുന്നു, അവന്റെ ശാപം അവിടെ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്, അവനെ തൊട്ടവരെ തേടി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതൊന്നു മാത്രം: ഓട്സി ഒരു ദുരന്തത്തിന്റെ ഇരയാണോ, അല്ലെങ്കിൽ ഒരു രഹസ്യം സംരക്ഷിക്കാൻ കൊല്ലപ്പെട്ട ഒരാളോ? അവന്റെ ശാപം യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഭയത്തിന്റെ രൂപം മാത്രമോ? കാരണം ചരിത്രം എപ്പോഴും എല്ലാ സത്യങ്ങളും പറയുന്നില്ല. ചില സത്യങ്ങൾ മഞ്ഞിനടിയിൽ ഇന്നും മറഞ്ഞുകിടക്കുന്നു. അവയെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ ഇന്നും കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾക്കിതൊരു പുതിയ അറിവായി തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.